നമസ്തേ ബച്ചോം. പ്രിയപ്പെട്ട കുട്ടികളെ, 18-ാം തീയതി മുതൽ ഓണപരീക്ഷ തുടങ്ങുകയായി. 21-ാം തീയതി ആയിട്ടാണ് ഹിന്ദിയുടെ പരീക്ഷ വരുന്നത്. അതിന് മുന്നോടിയായിട്ട് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഈ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ടൈം സമ്മേറ്റീവ് അസസ്മെൻറ്റ് 2025-26 ആണ്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് ആക്ടിവിറ്റി ഖിഡ്കി ലഘുകഥയിൽ നിന്നുള്ളതാണ്. നമുക്ക് നോക്കാം. സൂചന ഖിഡ്കി ലഘുകഥ का यह अंश पढ़े और 1 से 3 तक के प्रश्न के उत्तर लिखें എന്നാണ്. അതായത് ഖിഡ്കി ലഘുകഥയിലെ ഒരു പാർട്ട് തന്നിട്ടുണ്ട്. 1 മുതൽ 3 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ചെറിയൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്, നോക്കാം. होशियारपुर से शादी का बुलावा आया था. ट्रेन से जाना तय हुआ. सर्दी हल्की हल्की दस्तक देने लगी थी, इसलिए सोचा चलो इस बार एसी के बजाय जनरल कोच से सफर का आनंद लिया जाए. फर्स्ट क्वेश्चन, इस लघुकथा का पुरुष पात्र परिवार के साथ कहा जा रहा है. ഈ ലഘുകഥയിലെ പുരുഷ കഥാപാത്രം കുടുംബത്തോടൊപ്പം, കുടുംബത്തിൻ്റെ കൂടെ എങ്ങോട്ടാണ് പോകുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ദില്ലി, സെക്കൻഡ് ഓപ്ഷൻ മുംബൈ, തേർഡ് ഓപ്ഷൻ കശ്മീർ, ഫോർത്ത് ഓപ്ഷൻ ഹുഷിയാർപൂർ. അപ്പോൾ നമുക്കറിയാം ഹുഷിയാർപൂർ സേ ഷാദി കാ ബുലാവ ആയാ ഥാ, ഫസ്റ്റ് സെൻറ്റൻസ് അത് തന്നെയാണ്. അപ്പോൾ ഹുഷിയാർപൂർ ആണ് ആൻസർ വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇസ് പരിവാർ നെ ജനറൽ കോച്ച് സെ യാത്ര കർനെ കി നിശ്ചയ ക്യോ കിയ. അപ്പോൾ ഈ കുടുംബം ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ, ജനറൽ കോച്ചിൽ യാത്ര ചെയ്യാൻ എന്താണ് തീരുമാനിച്ചത്? അതിൽ തന്നെ ആൻസർ ഉണ്ട്. ട്രെയിൻ സെ ജാന തൈ ഹുവ എന്ന് കണ്ടോ, അതിൻ്റെ അപ്പുറത്ത് സർദി ഹൽക്കി ഹൽക്കി ദസ്തക് ദേനെ ലഗി थी, इसलिए सोचा चलो इस बार एसी के बजाय जनरल कोच से सफर का आनंद लिया जाए. सर्दी हल्की हल्की അവിടെ മുതൽ മതി കേട്ടോ. അടുത്തത് इस ट्रेन यात्रा का अनुभव बताते हुए मित्र के नाम पुरुष पात्र का पत्र तैयार करें. अथवा ट्रेन यात्रा के अनुभवों का जिक्र करते हुए पुरुष पात्र की डायरी लिखें. 2 ക്വസ്റ്റ്യൻ ആണ്. ഓർ ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഫസ്റ്റ് 1 വേർഡിന് 1 മാർക്കും, സെക്കൻഡ് ക്വസ്റ്റ്യന് 2 മാർക്കും, തേർഡ് ക്വസ്റ്റ്യന് 4 മാർക്കുമാണ്, 4 മാർക്കുമാണ്. അപ്പോൾ ഫസ്റ്റത്തെ ഓർ ക്വസ്റ്റ്യനിൽ ഈ ട്രെയിനിലെ അനുഭവം വെച്ചിട്ട് ആ പുരുഷപാത്രൻ്റെ പത്രമാണ്, ലെറ്റർ എഴുതാനും, അതുപോലെ തന്നെ ട്രെയിൻ യാത്രയുടെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് പുരുഷപാത്രൻ്റെ അന്നത്തെ ദിവസത്തെ ഡയറി എഴുതാനുമാണ്. അപ്പോൾ ഡയറി നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം സെയിം കണ്ടൻറ്റ് നമുക്ക് ലെറ്ററിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ ലെറ്ററിൻ്റെ ഫോർമാറ്റ് വ്യത്യാസമുണ്ട്, ഡയറീൻ്റെ ഫോർമാറ്റും വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എഴുതണം. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് പറഞ്ഞു പോയ സമയത്ത് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കുക. ഇത് നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അടുത്തത് സൂചന ट्रेन बसेरे में यात्रा वृत्त का यह अंश पढ़े. प्रश्न 4 और 5 के उत्तर लिखिए. ട്രെയിൻ ബസേരയുടെ ഒരു ഭാഗം ഇവിടെ തന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് 4 തൊട്ട് 5 വരെ ഉത്തരങ്ങൾ എഴുതാനാണ്. നമുക്ക് നോക്കാം. अंत में 2-3 किताबें निकाली. किताबें उसने खोलकर देखी, फिर ज्यों की त्यों वापस रख दी. हमारी ओर मुड़कर छोटू से बोला, व्हाट इज योर नेम. छोटू ने सहमते हुए कहा, मुझे अंग्रेजी नहीं आती. मुझे पूछा तुम क्या करते हो. मैंने कहा मैं शिक्षक था, बच्चों को पढ़ाता था, अब റിട്ടയർ हो गया हूँ. ഇതാണ് ആ ഒരു ഭാഗം. 4ാമത്തെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ഇൻമേ പൂർണ്ണ റൂപ് സെ സഹി വികൽപ്പ് കോൺസാ ഹെ എന്നുള്ളതാണ്. ഇതിൽ ശരിക്കും കറക്റ്റായിട്ടുള്ള ഒരു ആൻസർ ഏതാണ്? മാച്ച് ദി ഫോളോയിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ ഗ്രാമീണിനെ, പാഗൽ ആത്മീനെ, ലേഖകയ്ക്ക് സാത്തി ചോട്ടൂനെ എന്നാണ്. ഇനി ഇവർക്ക് മാച്ച് ആയിട്ടുള്ളത് സെക്കൻഡ് കോളത്തിൽ വരുന്നുണ്ട്. ഖാനെ കെ ലിയെ खाकट बनाया, गुरुओं का अपमान किया, मंदिर का दरवाज़ा खोल दिया, ലേഖക के हाथ में सिक्का रख दिया. അപ്പം എന്താണ്? ഗ്രാമീൺ എന്ന് പറഞ്ഞാൽ ഗ്രാമവാസികളാണ്. പാഗലാത്മിയാണ്, ഭ്രാന്തുള്ള ആൾ. ലേഖകെ സാത്തി ചോട്ടു, ലേഖകൻ്റെ സാത്തി സഹയോഗി
ചോട്ടുമാണ്. അപ്പോൾ സെക്കൻഡ് കോളത്തിൽ എന്താ, ഖാനെ കേലിയെ ഖാക്കട്ട് ബനായ, ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി ഖാക്കട്ട് ഉണ്ടാക്കിയത് ആരാണ്, ചോട്ടു ആണ് അല്ലേ. അപ്പം എന്താണ്, ലേഖകയ്ക്ക് സാത്തി ചോട്ടുവിനെ ഖാനെ കേലിയെ ഖാക്കട്ട് ബനായ. അപ്പോൾ മൂന്നാമത്തെ ഇതാണ് വരുന്നത് അല്ലേ, ചോട്ടു. സെക്കൻഡ് ഗുരുओं का अपमान किया, അത് ആരുമില്ല. മന്ദിർ കാ ദർവാസ ഖോൽ ദിയ ആരാണ്, ഗ്രാമീണാണ്. ലേഖകയ്ക്ക് ഹാത്ത് സിക്ക രഖുകയ ആരാണ്, പാഗൽ ആത്മയാണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഗ്രാമീണെ എന്നുള്ളത് ഏതാണ്, മന്ദിർ കാ ദർവാസ ഖോൽ ദിയ. അപ്പം ച എന്നുള്ളത് ദായാണ്. ഇനി പാഗൽ ആത്മീനെ, പാഗൽ ആത്മീനെ എന്താണ്, ലേഖകയ്ക്ക് ഹാത്ത് സിക്ക രഖുകയ അല്ലേ. അപ്പോൾ ച എന്നുള്ളത് ഏതാണ്, ധായാണ് വരുന്നത്. അടുത്തത് ലേഖകയ്ക്ക് സാത്തി ചോട്ടൂനെ എന്താണ്, ഖാനെ കേലിയെ ഖാക്കട് ബനായ. ഒരു വെറൈറ്റി ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ക ഖ ഗ ഖ എന്നൊക്കെ പറഞ്ഞിട്ട് ച ധ ച ധ ച ത അങ്ങനെ ആ ഒരു ടൈപ്പിലാണ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആൻസർ ഏതാണ് വരുന്നത്, സെക്കൻഡ് കോളത്തിലാണ് ആൻസർ വരുന്നത്. അതായത് ച ദ ച ധ ജ ത ആ ഒരു രീതിയിലാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആൻസർ എഴുതേണ്ടതും. നന്നായി വായിക്കണം. അഞ്ചാമത്തത് യാത്രാവൃത്തിക്ക് ഇസ് അൻഷിക്ക് ആധാർ പർ പട്കഥ കാ എക് ദൃശ്യ ലിഖിയം എന്നാണ്. അപ്പോൾ മുമ്പ് ഒരു ചെറിയൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് ഒരു പട്കഥ തയ്യാറാക്കാനാണ്. അപ്പോൾ പട്കഥയുടെ ഫോർമാറ്റിൽ ഈ കാര്യങ്ങളൊക്കെ എഴുതുക. 4 മാർക്കാണ്. മാച്ച് ദി ഫോളോയിങ്ങിന് 3 മാർക്കും. അടുത്തത് सूचना मेरी दुनिया के तमाम बच्चे कविता की ये पंक्तियां पढ़े प्रश्न 6 से 7 के उत्तर लिखिए എന്നുള്ളതാണ്. അപ്പം എന്താണ്, മേരി ദുനിയാക്കി തമാം ബച്ച കവിതയിലെ വരികൾ തന്നിട്ടുണ്ട്. 6ഉം 7നും ഉത്തരം എഴുതാനാണ്. एक दिन मेरी दुनिया के तमाम बच्चे चींटियों, कीटों, नदियों, पहाड़ों, समुद्रों और तमाम वनस्पतियों के साथ मिलकर धावा बोलेंगे और तुम्हारी बनी हर चीज़ को खिलौना बना देंगे. 12वां क्वेश्चन, और तुम्हारी बनाई हर चीज़ को खिलौना बना देंगे. इन पंक्तियों से कवि क्या कहना चाहते हैं. അപ്പം എന്താണ്, ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് എല്ലാ വസ്തുക്കളും കൊണ്ട് എന്ത് ചെയ്യും എന്നാണ് പറയുന്നത്, അവർ കളിപ്പാട്ടം ആക്കുമെന്നാണ്. അത് എന്താണ് കവി അങ്ങനെ പറയാൻ കാരണം എന്നാണ് പാടെടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, നോക്കുക. അടുത്തത് കവിക പരിചയത്തെ ഹുയെ കവിതാംശിക ആശയ ലിഖിയും 4 മാർക്കാണ്. അപ്പോൾ കവിതയുടെ ആശയം സെപ്പറേറ്റ് തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് നോക്കുക. അടുത്തത് रेन बसेरे में यात्रा वृत्त का यह अंश पढ़े प्रश्न 8 और 9 के उत्तर लेके. അപ്പോൾ റെയിൻ ബസേരയുടെ റെയിൻ ബസേര തന്നെയാണ് വന്നിരിക്കുന്നത്. യാത്രാവൃത്തിൻ്റെ ഭാഗം വായിച്ചിട്ട് 8ഉം 9 ആൻസർ ചെയ്യാം. ഉസ്കി സവാൽ बेसिर पैर के थे, जवाब न देते तो चाबुक से मारने की धमकी देता, इसलिए मैं कोई ना कोई जवाब देता रहा. वह लगातार चीखता चिल्लाता रहा. बीच बीच में हवा में ऐसे हाथ घुमाता मानो हाथ में कोड़ा हो. അപ്പോൾ ഇതാണ് 8ാമത്തെ क्वेश्चन. इन वाक्यों के रेखांकित सर्वनाम में और वह किस किसके बदलते प्रयुक्त है എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഇസ്ലിയെ മേ കൊയ്ന കൊയ് ജവാബ് ദേത്താ രഹ. പിന്നെ വരുന്നത് വഹ് ലഗാത്താർ ചീക്ക്ത ചില്ലാത്ത രഹ. ഇവിടെ മേം വഹ് ആരെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ്. അത് മേം വഹ് അവിടെ ചേഞ്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ അവിടെ ആരെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് എഴുതേണ്ടത്. അത് മാത്രമല്ല ഈ മേം വരുമ്പോൾ വഹ് വരുമ്പോൾ അവിടെ എന്താണ് എന്നുള്ളതും കൂടി ഒന്ന് എഴുതേണ്ട ആവശ്യമുണ്ട്. ഇവിടെ ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത് इन वाक्यों के रेखांकित सर्वनाम में और वह किस किसके बदले प्रयुक्त है, इसलिए मैं कोई ना कोई जवाब देता रहा. वह लगातार चीखता चिल्लाता रहा. അപ്പോൾ ഇവിടെ ഈ മേ ഉള്ളത് ആരാണ്, ലേഖകം. വഹ എന്നുള്ളത് ആരാണ്, പാഗലാത്മയാണ്. ചിലപ്പോൾ ഈ സെയിം തന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മേം വഹ് തന്നിട്ട് ആ വാക്യ ആ മേം വെച്ചിട്ട് സെൻറ്റൻസിൽ എഴുതാൻ പറയും. അപ്പം മേം വരുമ്പോൾ നമുക്കറിയാം ഹൂം വരും, പിന്നെ പുല്ലിംഗവും സ്ത്രീലിംഗവും അനുസരിച്ചിട്ട് അത് എഴുതണം. വഹ് ആണെങ്കിൽ കോമൺ ആയിട്ട് തുമ്മാണെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ
നോക്കേണ്ടത്. അടുത്തത് 9ാമത്തെ വാക്യ വിസ്താർ കരേ എന്നുള്ളതാണ്. വാക്യ പിരമിഡ് പോലെ ചാബൂക്ക് സെ പാഗൽ മാർനേക്കി എന്നുണ്ട്. അപ്പോൾ ആത്മി ധംകി ദേത്താ ഹേ. അപ്പോൾ നമ്മൾ ചാബൂക്ക് സെ ആത്മി ധംകി ദേത്താ ഹേ. പിന്നെ എങ്ങനെ എഴുതുക? പാഗൽ ആത്മി ചാബൂക്ക് സെ ധംകി ദേത്താ ഹേ. ആ ഒരു രീതിയിലാണ് ഇത് എഴുതേണ്ടത്. ലാസ്റ്റത്തെ ചാബൂക്ക് സെ പാഗലാത്മി മാർനേക്ക് ധമക്കി ദേത്താ ഹേ. ആ ഒരു രീതിയിലൊക്കെ ചിലപ്പോൾ സെയിം ഇതുപോലെയല്ല, ചിലപ്പോൾ ഇടകലർത്തിയൊക്കെ എഴുതേണ്ടി വരും. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഇത് നോക്കി പോവുക. ആ ഒരു ചോദിക്കുന്നതിനനുസരിച്ച് ഉചിതമായിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തത് സൂചന ഹൈക്കു പഠേ പ്രശ്ന 10 और 11 के उत्तर लिखे എന്നാണ്. പിതാനെ ഡൂണ്ഠി ലാട്ടിയാം ബുഢാപ്പേക്ക് ദിക്തി നഹി എന്നുള്ളതാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ ബുഢാപ്പ ക സമാനാർത്ഥി ശബ്ദ് കോൺസാ ഹെ എന്നുള്ളതാണ്. ഫസ്റ്റ് ഓപ്ഷൻ ബച്പൻ, സെക്കൻഡ് ഓപ്ഷൻ വൃദ്ധാവസ്ഥ, തേർഡ് യൗവൻ, ഫോർത്ത് ശൈശവ്. അപ്പോൾ നമുക്കറിയാം സെക്കൻഡ് ഓപ്ഷനാണ് വൃദ്ധാവസ്ഥയാണ്. അടുത്തത് ഇസ് ഹൈക്യൂ കാ സമാൻ ആശയ കിസ് വാക്യോമേ നഹി ദേ എന്നുള്ളതാണ്. ഈ ഹൈക്കൂല് പറയുന്ന ആശയം ഏത് വരിയിലാണ് വരുന്നത് എന്നാണ്. ഫസ്റ്റ് പിതാനെ ശൈശവമേം ബച്ചോങ്കോ ബഹുത്ത് പ്യാർ കിയ. ശൈശവത്തിലെ പിതാവ് കുട്ടികളെ വളരെയധികം സ്നേഹിക്കുന്നു. ബച്പൻമേം പിതാസെ ബച്ചോങ്കോ പ്യാർ നഹി മില. ബച്പനിലെ കുട്ടിക്കാലത്ത് പിതാവിൽ നിന്നുള്ള സ്നേഹം കുട്ടികൾക്ക് ലഭിക്കുന്നില്ല. അടുത്തത് വൃദ്ധാവസ്ഥാമേം ഗർവാലോമിനെ പിതാക്കെ സാത്ത് പ്യാർ ഭരാ വ്യവഹാർ കിയ. വൃദ്ധാവസ്ഥയിൽ ഗർവാലോം എന്താണ് പിതാവിൻ്റെ ഒക്കെ എല്ലാവരെയും കൂടി വളരെ സ്നേഹത്തിൽ കഴിയുന്നു. ഫോർത്ത് വൃദ്ധാവസ്ഥാമേം പിതാക്കു സഹാര നഹീമില. അപ്പോൾ ഫോർത്ത് ഓപ്ഷൻ അല്ലേ കറക്റ്റായിട്ട് വരുന്നത്. വൃദ്ധാവസ്ഥാമേം പിതാക്കു സഹാര നഹീമില എന്നുള്ളതാണ് വരുന്നത്. അടുത്തത് സൂചന വൈക്യ കഹാനി കാ യഹ് അൻഷ് പഠേ ഓർ 12 से 14 तक प्रश्नों के उत्तर लिखे എന്നുള്ളതാണ്. बेचारा केशव दिन को रुआसा पड़ा रहता मगर रात को सपने में वह अपने को अक्सर क्रिकेट खेलता देखा करता. उसके हाथों में नया बल्ला और सिर पर चक वाइट कैप होती. टैंगों पर शानदार मोटे पैड कसे होते. അപ്പോൾ വൈറ്റ് ക്യാപ്പിലൊരു ഭാഗമാണ്. ഫസ്റ്റ് ഇതിലൊരു 12ാമത്തെ ക്വസ്റ്റ്യൻ കേശവ് കോൺസാ സ്വപ്ന ദേക്ക करता था എന്നാണ്. ക്രിക്കറ്റ് खेलने का, ഫുട്ബോൾ खेलने का, ഗോലി खेलने का, ഹോക്കി खेलने का. നമുക്കറിയാം ഫസ്റ്റ് ഓപ്ഷനാണ് ക്രിക്കറ്റ് खेलने का. അടുത്തത് 13 കേശവ് ദിൻ കോ റുവാസ പടാ രഹ്താ ക്യോ ആണ്. എന്തുകൊണ്ടാണ് കേശവ് കരഞ്ഞത്? അച്ഛനോട് അമ്മയോട് എന്താണ് അവൻ ഒരു ബോളും ബാറ്റും വാങ്ങി തരാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട് അല്ലേ കഥയിൽ. അപ്പോൾ എന്താണ് അച്ഛൻ പറയുന്നത്? ഞാൻ ബല്ല വാങ്ങിത്തരാം, ബോൾ വാങ്ങിത്തരാം എന്നാണ് പറയുന്നത്. അപ്പോൾ ചോദിക്കുന്നുണ്ട് ബല്ല എന്നോ. അത് പിന്നീട് ആലോചിക്കാം, നല്ല മാർക്ക് വാങ്ങണം, ഫസ്റ്റ് ക്ലാസ് വാങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് കേശവ് എന്ത് ചെയ്യുന്നത്? കരഞ്ഞിട്ട് കിടക്കുന്നത് അല്ലേ. അങ്ങനെ ആ രാത്രിയാണ് അവൻ ആ സ്വപ്നമൊക്കെ കാണുന്നത്. അടുത്തത് 14 കേശവ് പിതാസെ ബല്ല ഓർ ബോൾ മാംഗത്താ ഹെ അല്ലേ. അച്ഛനോട് കേശവ് ബാറ്റും ബോളും ചോദിക്കുന്നുണ്ട്. കേശവ് ഓർ പിതാക്കെ ബീച്ച് കി സംഭാവിത ബാത്ചീത് ലിഖെ. അപ്പോൾ കേശവിൻ്റെയും അച്ഛൻ്റെയും ഇടയിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ് 4 മാർക്കാണ്. അതല്ലെങ്കിൽ കേശവക്കോ ലഡുക്കോമിനെ ഖേൽമേ ഷാമിൽ നഹി കിയ. കേശവിനെ ആൺകുട്ടികൾ എന്താണ് കളിയിലൊന്നും ഉൾപ്പെടുത്തിയിരുന്നില്ല. ഇസ് പർ കേശവ് ഓർ മിത്രയ്ക്ക് ബീച്ച് ബാത്ചീത് കൽപ്പന കർക്കെ ലിഖി. ഇത് ഈ ഒരു ടോപ്പിക്, അതായത് അവർ എന്താണ് ഉൾപ്പെടുത്തിയില്ല എന്താണെന്നുള്ള ഒരു കാര്യം കേശവിൻ്റെ ഫ്രണ്ടിനോട് പറയാണ്. ആ ഒരു കോൺവെർസേഷൻ എഴുതാനാണ്. അടുത്തത് സൂചന നീച്ചെ ദിയെ ഖണ്ഡ് പഠേ പ്രശ്ന 15 और 16 के उत्तर लिखे എന്നുള്ളതാണ്. ഇതൊരു പുറമേയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ബോക്സ് തന്നിട്ടുണ്ട്. इतिहास, संस्कृति और आधुनिकता का एक अद्भुत संगम है दिल्ली. लाल किला, कुतुब मीनार, इंडिया गेट, जंतर मंतर आदि यहाँ के शानदार पर्यटक स्थान है. राजघाट महात्मा गांधी की समाधि स्थान है.
लाल किले का लाइट एंड साउंड शो भारत के इतिहास को जीवंत करता है। दिल्ली के बीचों बीच स्थित इंडिया गेट एक युद्ध स्मारक है। राष्ट्रीय संग्रहालय भारत के सबसे बड़े संग्रहालयों में से एक है। ताजमहल यहाँ से लगभग 200 किलोमीटर दूर आगरा में यमुना के किनारे पर स्थित है, जो अनश्वर प्रेम का प्रतीक है। राष्ट्रपति भवन के भीतर स्थित मुगल गार्डन അല്ലെങ്കിൽ अमृत उद्यान सुंदर फूलों की किस्मों और मुगल शैली की വാസ്തുകല के लिए मशहूर है. അപ്പോൾ ഇത് തന്നിരിക്കുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ കൾച്ചറൽ രീതിയിലുള്ള ഒരു ഡൽഹിയെക്കുറിച്ച്, അവിടെ റെഡ് ഫോർട്ട്, താജ്മഹൽ, മുഗൾ ഗാർഡൻ, അതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള ഒരു പാരയാണ്. അപ്പോൾ നമുക്ക് 15ാമത്തെ ക്വസ്റ്റ്യൻ, താജ്മഹൽ കിസ് നദിക്ക് കിനാരെ പർ സ്ഥിതി ഹെ. ഇപ്പോൾ പാരഗ്രാഫ് നന്നായിട്ട് വായിക്കണം. ഗംഗാ നദിക്ക്, കാവേരി നദിക്ക്, പമ്പ നദിക്ക്, യമുന നദിക്ക്. അപ്പോൾ പാരഗ്രാഫിലുണ്ട് എന്താണ് യമുന നദി എന്നുള്ളതുണ്ട്. ताजमहल यहाँ से लगभग 200 किलोमीटर दूर आगरा में यमुना के किनारे पर स्थित है. ആ വരിയിലുണ്ട്. അടുത്തത്, मीनू अपनी माँ बाप के साथ दिल्ली देखने गई. उपरोक्त खंड की सहायता से मीनू के यात्रा वृत्त का अंश तैयार करे. അപ്പോൾ മീനുവിൻ്റെ ട്രാവലോഗ് അനുഭവങ്ങളെ കുറിച്ചിട്ടൊരു ലേഖ് എഴുതാനാണ് യാത്രാവൃത്തിൻ്റെ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്താണ് എഴുതണം. അല്ലെങ്കിൽ ഒരു ഓർ ക്വസ്റ്റ്യൻ എന്താണ്, നമൂനയ്ക്ക് അനുസാർ ഖംബോക്കി പൂർത്തി കരയെന്നാണ്. എക്സാമ്പിൾ അനുസരിച്ചിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് യഹാക്ക ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ആകർഷക് ഹേ. അപ്പോൾ ലാൽ കില എന്ന് ഉണ്ട് ആൻസറായിട്ട്. അപ്പോൾ നമുക്ക് ഇത് വായിച്ചിട്ടുണ്ടെങ്കിൽ ലാൽ കിലേക്ക ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഭാരത് കെ എന്നുണ്ട്. അപ്പോൾ ലാൽ കില എന്നുള്ളതാണ് ആൻസറായിട്ട് എടുത്തിട്ടുള്ളത്. അടുത്തത്, യഹ് യുദ്ധമേ ഷഹീദ് ഹുയേ സൈനികോം കാ സ്മാരക് ഹേ. അതേതാണ് വരുന്നത്, അതും ഉണ്ട്. അത് നമുക്ക് നോക്കാം. दिल्ली के बीचों बीच स्थित इंडिया गेट एक युद्ध സ്മാരക് ഹേ. അപ്പോൾ ഏതാണ് വരുന്നത്, ഇന്ത്യ ഗേറ്റ് ആണ് ആൻസർ വരുന്നത്. അടുത്തത്, യഹ് അനശ്വർ പ്രേമ കാ പ്രതീക് ഹേ എന്നുണ്ട്. ജോ എന്താണ് അനശ്വർ പ്രേമ കാ പ്രതീക് ഹേ എന്നുണ്ട്. അപ്പോൾ താജ്മഹലിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. താജ്മഹൽ അനശ്വർ പ്രേമ കാ പ്രതീക്. അടുത്തത്, ഭാരതേ കെ സബ്സെ ബഡേ സംഗ്രഹാലയോ മേ ഏക് ഹേ. ഏതാണ്, അതും ഇതിലുണ്ട്. രാഷ്ട്രപതി ഭവൻ കെ ഭീതർ, അതല്ല, राष्ट्रीय संग्रहालय भारत के सबसे बड़े संग्रहालयों में एक है, में से एक है. അതുണ്ട്. അടുത്തത്, രാഷ്ട്രപതി ഭവൻ കാ ഉദ്യാൻ ഹെ. അതാണ് മുമ്പ് വായിച്ചത്. രാഷ്ട്രപതി ഭവൻ കെ ഭീതർ സ്ഥിത് മുഗൾ ഗാർഡൻ അല്ലെങ്കിൽ അമൃത് ഉദ്യാൻ. അപ്പോൾ ഫസ്റ്റത്തെ ലാൽ കിലയാണ്. യഹ് യുദ്ധമേ ഷഹീദ് ഹുയേ സൈനികോം കാ സ്മാരക ഇന്ത്യ ഗേറ്റ് ആണ്. യഹ് അനശ്വർ പ്രേം കാ പ്രതീക് താജ്മഹലാണ്. भारत के सबसे बड़े संग्रहालयों में एक है, राष्ट्रीय संग्रहालय ആണ്. രാഷ്ട്രപതി ഭവൻ കാ ഉദ്യാൻ ഹെ, മുഗൾ ഗാർഡൻ അല്ലെങ്കിൽ അമൃത് ഉദ്യാനാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നന്നായിട്ട് നോക്കി പോവുക. ഓരോരോ ചാപ്റ്ററിലും വരുന്ന വാർത്താലാബ്, അതുപോലെ തന്നെ പട്കഥ, ഡയറി, ലെറ്റർ, പിന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ നോക്കുക. 1 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെ ഒക്കെ. 1 മാർക്കിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും, 2 മാർക്കിൻ്റെ ചിലപ്പോൾ പാരഗ്രാഫ് അതിൽ തന്നിട്ടുള്ളതാവാം, ചിലപ്പോൾ അതിന് പുറമേ ഉള്ളതാവാം. അപ്പോൾ ഏതാണെങ്കിലും നിങ്ങൾ എഴുതാൻ തയ്യാറായിരിക്കണം. അതുപോലെ തന്നെ കവിതയുടെ ആശയം നോക്കി വയ്ക്കുക. ഓക്കെ, ഇപ്പോൾ ഇത്രയാണ്. 40 മാർക്കിനാണ്. ചോദ്യങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഉത്തരങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിലെടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ധന്യവാദ്. എല്ലാവർക്കും എക്സാമിന് നല്ല മാർക്ക് ഉണ്ടാവട്ടെ. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. വിജയാശംസകൾ നേരുന്നു.